കണ്ടുപിടിക്കുക. അതിൻ്റെ ബാക്കി ടേംസ് എന്താണെന്ന് വെച്ചാൽ തന്നിട്ടുള്ളതിനനുസൃതമായി കണ്ടുപിടിക്കുക. ഇൻഡക്ടറിൻ്റെ വാല്യൂ ആണ് ഇവിടെ തന്നിട്ടുള്ളത്, ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ. ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10 പൈക്കോ ഫാരഡയാണ്. 100 പൈക്കോ ഫാരഡയാണ്. 100 ഇൻറ്റു 10⁻⁻12 ഹെൻറി വരും. കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് 2500 മൈക്രോ ഫാരഡയാണ്. 2500 ഇൻറ്റു 10⁻⁻6 എന്നും വരും ഫാരഡ്. പിന്നെ പിന്നെ കണ്ടുപിടിക്കേണ്ട റെസണൻറ്റ് ഫ്രീക്വൻസിയാണ്. എല്ലും സിയും തന്നതുകൊണ്ട് തന്നെ 1/2 പൈ റൂട്ട് എൽ സി ചെയ്താൽ 1/2 ഇൻറ്റു 3.14 ഇൻറ്റു റൂട്ട് ഓഫ് 100 ഇൻറ്റു 10⁻⁻12 ഈ 2500 ഇൻറ്റു 10⁻⁻6. സോ വാല്യൂ എന്ന് പറയുന്നത് 318.3 കിലോ ഹെഡ്സ് ആണ് വരിക. റെസണൻറ്റ് ഫ്രീക്വൻസി ആയി. ഇനി ഹാഫ് പവർ പോയിന്റ് കാണാനാണ് പറഞ്ഞത്. ഹാഫ് പവർ പോയിന്റ് കാണാൻ വേണ്ടിയിട്ട് ഈ F0/Q0 ചെയ്താൽ മതി. അപ്പോൾ ബാൻഡ് വിഡ്ത്ത് കിട്ടും. ഹാഫ് പവർ ബാൻഡ് വിഡ്ത്ത് കിട്ടും. 318.3 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ ക്യൂ എന്ന് പറയുന്നത് 7 തന്നിട്ടുണ്ട്. സോ 70 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4.33 കിട്ടും. 4.55 കിലോ ഹെഡ്സ് എന്ന് കിട്ടും. കാരണം ക്യൂ എന്ന് പറയുന്നത് ക്യൂ ആണ് തന്നിരിക്കുന്നത്. കിലോ ഹെഡ്സ് കിട്ടും. കിലോ ഹെഡ്സ് ആണ് കിട്ടുക. കിലോ ഹെഡ്സ് കിട്ടും. ഇപ്പോൾ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ബാൻഡ് വിഡ്ത്ത് ഉണ്ട്. ഇനി ബാൻഡ് വിഡ്ത്ത് അല്ലെങ്കിൽ F2 മൈനസ് F1 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ് F0ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത്. F0ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 318.3ൻ്റെ സ്ക്വയർ. അപ്പോൾ F1 ഇൻറ്റു F2 ആയി. അങ്ങനെയാണെങ്കിൽ F1 മൈനസ് F2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ F2 പ്ലസ് F1 സ്ക്വയർ. അപ്പം എന്തായി? F² പ്ലസ് F2 സ്ക്വയർ പ്ലസ് F1 സ്ക്വയർ പ്ലസ് 2F1 ഇൻറ്റു F2. അതിനോട് മൈനസ് 4F2 കുറച്ചാൽ വീണ്ടും അതെന്തായി മാറും? -2F1 F2 ആവും. അപ്പോൾ രണ്ടും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? F1 പ്ലസ് F2 ഹോൾ സ്ക്വയർ ലഭിക്കും. എങ്ങനെ? ഈ സാധനപ്പുറം കൊണ്ടുപോകും. F1 മൈനസ് F2 സ്ക്വയർ പ്ലസ് 4F1 F2 ഈക്വൽ ടു ആണ് F1 പ്ലസ് F2 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞത്. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4.5 സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു 318.3 സ്ക്വയർ. ആ വാല്യൂ എല്ലാം കൂടെ ചെയ്തിട്ട് അതിൻ്റെ റൂട്ട് കാണുക. അങ്ങനെ റൂട്ട് കണ്ടു കഴിഞ്ഞാൽ 636.6 കിലോ ഹെഡ്സ് എന്ന് കിട്ടും. F1 മൈനസ് F2 നമുക്ക് ഓൾറെഡി അറിയാം 4.55 ആണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ ഏതില്ലാതെയാവും? F1 ഇല്ലാതെയാവും. 2F2 കിട്ടും. 2F2 ഈക്വൽ ടു രണ്ടും കൂടി കൂട്ടിയാൽ 641.2 എന്ന് വരും. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 320.59 എന്ന് എടുക്കാം. സോ F1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ F2നെ ഇതിൽ നിന്ന് കുറച്ചാൽ മതി, ഇതിൽ നിന്ന് കുറച്ചാലും മതി. കുറച്ചാൽ 316.04 ഹെഡ്സ് എന്ന് വരും. സോ നമുക്ക് എന്ത് കിട്ടി? വാല്യൂകൾ കിട്ടി. താങ്ക് യു ഫോർ വാച്ചിങ്.